ലോകം ഇന്ന് പുകയുകയാണ്. ഒരു വശത്ത് പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, മറുവശത്ത് യുക്രൈൻ റഷ്യ യുദ്ധം 19ാം മാസത്തിലേക്ക് കടക്കുന്നു. ഈ വലിയ ചതുരംഗ പലകയിൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കിഴക്കുനിന്ന് ഒരു ഇടിമുഴക്കം കേൾക്കുന്നു. അത് ഉത്തര കൊറിയയിൽ നിന്നാണ്. കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ഹൈത്രസ്റ്റ് ഖര ഇന്ധന മിസൈൽ എഞ്ചിൻ പരീക്ഷണം. ഇത് വെറുമൊരു പരീക്ഷണമല്ല, മറിച്ച് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. സാധാരണ മിസൈലുകളിൽ ദ്രാവക ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. അത് നിറയ്ക്കാൻ സമയമെടുക്കും. ഉപഗ്രഹങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താനാകും. എന്നാൽ ഖര ഇന്ധനം അങ്ങനെയല്ല. മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാം എന്നതാണ് പ്രത്യേകത. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും തൊടുക്കാം. അമേരിക്കൻ വൻകരയെ പോലും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ICBMകളിലേക്ക് ഇത് പടരുന്നു. അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബ്ലാസ്റ്റിക് മിസൈൽസ്. ഉപരോധങ്ങൾ കൊറിയയെ തളർത്തുമെന്ന് കരുതിയവർക്ക് തെറ്റി. അവർ സ്വന്തം പ്രതിരോധ ഭൂപടം സ്വയം വരച്ചു ചേർക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം ഇപ്പോൾ പ്രസക്തമാകുന്നത്? പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. ഇറാൻ, ചൈന, റഷ്യ, ഉത്തര കൊറിയ, ഈ 4 രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിച്ചു വരികയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ പസഫിക് മേഖലയിൽ ഉത്തര കൊറിയ ഉയർത്തുന്ന ഭീഷണി അമേരിക്കയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. നിങ്ങൾ പശ്ചിമേഷ്യയിൽ തിരക്കിലായിരിക്കാം, പക്ഷേ ഞങ്ങളെ മറക്കരുത് എന്ന് കിം ജോങ് ഉൻ ഓർമ്മിപ്പിക്കുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉത്തര കൊറിയയെ ഒറ്റപ്പെടുത്തിയെങ്കിലും അവർ സൈനിക സ്വയം പര്യാപ്തത കൈവരിച്ചു കഴിഞ്ഞു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിലൂടെ ഉത്തര കൊറിയയ്ക്ക് പകരമായി ലഭിക്കുന്നത് അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകളാണ് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. തന്റെ ജനതയ്ക്ക് മുന്നിൽ ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇത്തരം പരീക്ഷണങ്ങൾ കിമ്മിനെ സഹായിക്കുന്നു. ചതുരംഗ പലകയിലെ കരുനീക്കങ്ങൾ തുടരുകയാണ്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ കവചങ്ങൾക്കും അമേരിക്കയുടെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും മുകളിൽ ഉത്തര കൊറിയയുടെ ഖര ഇന്ധന എഞ്ചിനുകൾ ഗർജിക്കുന്നു. ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള സൂചനയാണോ, അതോ പുതിയൊരു അധികാര സന്തുലിതാവസ്ഥയുടെ തുടക്കമാണോ? ഭയപ്പെടേണ്ടത് ആയുധങ്ങളെയല്ല, മറിച്ച് അവ ഉപയോഗിക്കാൻ മടിക്കാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയെ ഒരു ഗുണ്ട രാജ്യം എന്ന് വിശേഷിപ്പിച്ച കിം ജോങ് ഉൻ അന്ന് പറഞ്ഞത്, ഇറാൻ ഒരു ആണവ രാജ്യമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നെറികേട് ഇറാനോട് അമേരിക്ക കാണിക്കില്ലായിരുന്നു എന്നാണ്. അതായത് ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അമേരിക്കയ്ക്ക് വന്നതിന് പിന്നിലെ കാരണവും ഇറാന്റെ പക്കൽ ആണവായുധമില്ല എന്നുള്ള ധൈര്യമാണ്. ലിബിയയിലെ ഗദാഫിക്കും ഇറാഖിലെ സദാം ഹുസൈനും സംഭവിച്ചത് തങ്ങൾക്ക് സംഭവിക്കരുത് എന്ന ഉറച്ച ബോധ്യം കിം ജോങ് ഉന്നിനുണ്ട്. ഇറാനെ ഉദാഹരണമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് തന്നെ സ്വന്തമായി ആണവായുധമില്ലാത്ത രാജ്യങ്ങളെ തകർക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പമാണെന്ന സന്ദേശം കൈമാറാനാണ്. ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഒരു ആക്രമണ ആയുധമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനായുള്ള ഒരു ഇൻഷുറൻസ് പോളിസി മാത്രമാണ്. അമേരിക്കയുടെ പ്രധാന നഗരങ്ങളിൽ വരെ എത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിലൂടെ ഉത്തര കൊറിയ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങൾ തങ്ങളെ തളർത്തിയിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. കൊറിയൻ ഉപദ്വീപിൽ അമേരിക്കൻ സൈന്യം അമിതമായി ഇടപെട്ടാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്നും ഒരർത്ഥമുണ്ട്. തങ്ങളെ ഒരു ആണവ ശക്തിയായി ലോകം അംഗീകരിക്കണമെന്ന നിർബന്ധവും ഇതിന് പിന്നിലുണ്ട്. ഇത് അമേരിക്കയ്ക്കുള്ള ഒരു ഭീഷണിയാണോ? സാങ്കേതികമായി പറഞ്ഞാൽ അതെ, പക്ഷേ അത് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത കുറവാണ്. തന്ത്രപരമായ സമ്മർദ്ദം അമേരിക്കയെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കാനും കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യിക്കാനുമുള്ള ഒരു ബാർഗനൈസിംഗ് ചിപ്പായാണ് ഉത്തര കൊറിയ ഈ പരീക്ഷണങ്ങളെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് പ്രതിരോധമാണ്. അമേരിക്കയുടെ പക്കൽ കരുത്തുറ്റ മിസൈൽസ് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒരു ആണവ രാജ്യം നൽകുന്ന ഭീഷണി അവഗണിക്കാൻ പെന്റഗണിന് കഴിയില്ല. ചുരുക്കത്തിൽ ഇറാന്റെ സാഹചര്യം മുൻനിർത്തിയുള്ള കിമ്മിന്റെ പ്രസ്താവന അമേരിക്കയെ ഭയപ്പെടുത്താനല്ല, മറിച്ച് തങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ലോകത്തെ അറിയിക്കാനാണ്. ഓരോ പരീക്ഷണവും തങ്ങളുടെ ആയുധങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് കാണിച്ച് അമേരിക്കയുടെ പസഫിക് മേഖലയിലെ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഉത്തര കൊറിയയുടെ ഓരോ മിസൈൽ പരീക്ഷണവും കേവലം പ്യോങ്യാങ്ങിന്റെ വിജയം മാത്രമല്ല, അത് ടെഹ്റാനിലെ സൈനിക ആസ്ഥാനങ്ങളിലും വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. പതിറ്റാണ്ടുകളായി ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ഒരു രഹസ്യ പരസ്യമാണ്. ഉത്തര കൊറിയയുടെ നോഡോങ് മിസൈലുകളാണ് ഇറാന്റെ ഷഹാബ് മിസൈലുകളുടെ അടിസ്ഥാനമെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഉത്തര കൊറിയ വിജയിപ്പിച്ചെടുത്ത ഖര ഇന്ധന സാങ്കേതിക വിദ്യ ഇറാന് കൈമാറ്റപ്പെട്ടാൽ പശ്ചിമേഷ്യയിലെ യുദ്ധഗതി തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറും. ഇസ്രായേലിന്റെ അയൺ ഡോം,
ആരോ 3 എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ഖര ഇന്ധന മിസൈലുകൾക്ക് എളുപ്പം സാധിക്കും. കാരണം ഇവ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സമയം വളരെ കുറവാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ പുതിയ ശക്തി പ്രകടനം വരും നാളുകളിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. കമ്പോസിറ്റ് കാർബൺ ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ച് പുതിയതായി നവീകരിച്ച എഞ്ചിന്റെ ഗ്രൗണ്ട് ജെറ്റ് ടെസ്റ്റ് കിം വീക്ഷിച്ചുവെന്ന് KCNA റിപ്പോർട്ട് ചെയ്യുന്നു. സെപ്റ്റംബറിൽ സമാനമായ ഖര ഇന്ധന എഞ്ചിൻ പരിശോധനയിൽ ഏകദേശം 1971 കിലോ ടൺ കരുത്ത് രേഖപ്പെടുത്തിയ എഞ്ചിന്റെ പരമാവധി വിശ്വാസ്യത 2500 കിലോ ടൺ ആണ് എന്ന് KCNA റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ പ്രതിരോധത്തെ പരാജയപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനായി ഒരൊറ്റ മിസൈൽ ഒന്നിലധികം വാർഹെഡുകളിൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി എഞ്ചിൻ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ബന്ധപ്പെട്ടിരിക്കാമെന്ന് നിരീക്ഷകർ പറയുന്നു. രാജ്യത്തിന്റെ തന്ത്രപരമായ ആക്രമണ ശേഷികൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന 5 വർഷത്തെ സൈനിക വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരീക്ഷണം നടത്തിയത് എന്ന് KCNA അറിയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള ഒരു ഭീഷണി തന്നെയാണ് ഈ ഒരു പരീക്ഷണം. ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗ പലകയിൽ അമേരിക്ക ഇന്ന് പ്രതിരോധത്തിലാണ്. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ മെഡിറ്ററേനിയൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുമ്പോൾ മറുവശത്ത് പസഫിക് സമുദ്രത്തിൽ ഉത്തര കൊറിയ ഭീഷണി ഉയർത്തുന്നു. ഉത്തര കൊറിയ പരീക്ഷണങ്ങൾ തീവ്രമാക്കുമ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക വിഭവങ്ങളെ പകുതിയായി വിഭജിക്കേണ്ടി വരുന്നു. ഇത് ഇറാന് പശ്ചിമേഷ്യയിൽ കൂടുതൽ സ്പേസ് നൽകുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ ഒരുപോലെ നേരിടുന്ന 2 രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് ഡോളർ അധിഷ്ഠിത ലോകക്രമത്തിന് തന്നെ വലിയ വെല്ലുവിളിയാകുന്നു. ഇറാനും ഉത്തര കൊറിയയും നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് റഷ്യയുടെയും ചൈനയുടെയും നിശബ്ദ പിന്തുണയുണ്ട് എന്നത് അമേരിക്കയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. കിം ജോങ് ഉൻ ഇറാൻ നേതൃത്വവും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നോക്കുന്നത്: അമേരിക്കൻ അധീശത്വമില്ലാത്ത ഒരു ലോകം. ഇറാൻ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഉത്തര കൊറിയ ഏഷ്യയിൽ ജപ്പാനെയും ദക്ഷിണ കൊറിയയെയും ഭീതിയിലാഴ്ത്തുന്നു. ഈ 2 മുന്നണികളിലും ഒരേ സമയം യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? ഖര ഇന്ധന സാങ്കേതിക വിദ്യ ഇറാന്റെ കൈകളിൽ എത്തിയാൽ ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യമിടാൻ അവർക്ക് സാധിക്കും. ഇത് ഇറാന് വലിയ നയതന്ത്ര സാധ്യത, വിലപേശൽ ശേഷി നൽകുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ ഈ കരുനീക്കങ്ങൾ അവസാനിക്കുന്നില്ല. ഉത്തര കൊറിയയുടെ മിസൈൽ എഞ്ചിൻ ജ്വലിക്കുമ്പോൾ അതിന്റെ ചൂട് അനുഭവപ്പെടുന്നത് വാഷിംഗ്ടണിലും ടെല്ലവീവിലുമാണ്. തങ്ങളുടെ സൈനിക സ്വയം പര്യാപ്തതയിലൂടെ ലോകശക്തികളെ വിറപ്പിക്കുന്ന ഈ ചെറിയ രാജ്യം പരോക്ഷമായി ഇറാന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും കൈകൾക്ക് കരുത്തു പകരുകയാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ ഈ സാങ്കേതിക നേട്ടത്തിന്റെ പ്രതിഫലനങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ലോകം ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. പഴയ ശക്തികൾ ക്ഷയിക്കുകയും പുതിയ അച്ചുതണ്ടുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിനുള്ള ഏക വഴി ആയുധങ്ങളുടെ നിശബ്ദത മാത്രമാണ്. ഒരുപക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് യുദ്ധകാഹളങ്ങൾ മാത്രമായിരിക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇറാൻ വെറും ഒരു പ്രതിരോധ ശക്തിയല്ല, മറിച്ച് തന്ത്രങ്ങൾ മെനയുന്ന ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. തളച്ചിട്ട ഉപരോധങ്ങളെ മറികടന്ന് അമേരിക്കയ്ക്ക് മേൽ കൃത്യമായ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ഇറാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ സാന്നിധ്യം ലോകത്തിലെ എണ്ണ വിതരണ ശൃംഖലയുടെ താക്കോൽ അവരുടെ കയ്യിലെന്ന് തെളിയിക്കുന്നു. ഒരു ചെറിയ പാളിച്ച പോലും ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കും എന്നതിനാൽ അമേരിക്കയ്ക്ക് ഇറാനെതിരെ നേരിട്ടുള്ള വലിയ നീക്കത്തിന് പരിമിതികളുണ്ട്. ഉത്തര കൊറിയയുടെ പരീക്ഷണങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം ഇറാന്റെ പ്രതിരോധ നിരയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. ഉപഗ്രഹവേദ മിസൈലുകളും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയും ഇറാൻ സ്വായത്തമാക്കുന്നത് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ലബനൻ മുതൽ യമൻ വരെയുള്ള മേഖലകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിലൂടെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളെ പരാജയപ്പെടുത്താൻ ഇറാൻ സാധിക്കുന്നു. ലോകശക്തികളുടെ ഈ ഏറ്റുമുട്ടലിൽ ജർമ്മനി ഇന്ന് വളരെ നിർണായകമായ ഘട്ടത്തിലാണ്. യൂറോപ്പിന്റെ സാമ്പത്തിക കരുത്തായ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ വെറുമൊരു വാർത്തയല്ല, മറിച്ച് അവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് വിതരണം തടസ്സപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ അസ്ഥിരത ജർമ്മനിയുടെ വ്യവസായ മേഖലയെ സാരമായി ബാധിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം മുറുകിയാൽ അത് ജർമ്മനിയുടെ സാമ്പത്തിക ഭദ്രതയെ ഉലയ്ക്കും. ഒരു വശത്ത് അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷി എന്ന നിലയിലും മറുവശത്ത് ഇറാനുമായി കാലങ്ങളായുള്ള വ്യാപാര ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന രാജ്യം എന്ന നിലയിലും ജർമ്മനി വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഉത്തര കൊറിയയുടെ മിസൈൽ സാങ്കേതിക വിദ്യ ഇറാനിലൂടെ വികസിക്കുമ്പോൾ അത് ഭാവിയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാവി പോലും സുരക്ഷയെ പോലും ബാധിക്കുമോ എന്ന ആശങ്ക ബെർലിനിൽ ശക്തമാണ്.
ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് അധികാരത്തിന്റെ പുതിയൊരു പുനഃക്രമീകരണത്തിനാണ്. പണ്ട് നിലനിന്നിരുന്ന ഏകധ്രുവ ലോകക്രമം അവസാനിക്കുകയും ഓരോ പ്രാദേശിക ശക്തികളും തങ്ങളുടേതായ സ്വാധീന മേഖലകൾ വെട്ടിപ്പെടുക്കുകയും ചെയ്യുന്നു. ഉത്തര കൊറിയയുടെ ഖര ഇന്ധന എഞ്ചിനുകളുടെ ഇരമ്പലും ഇറാന്റെ നയതന്ത്ര നീക്കങ്ങളും അമേരിക്കൻ മേധാവിത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ജർമ്മനിയെ പോലുള്ള വൻ ശക്തികൾ ഈ പുതിയ സാഹചര്യത്തിൽ സ്വയം നിലപാടുകൾ പുനർവിചിന്തിക്കാൻ നിർബന്ധിതരാകുന്നു. യുദ്ധക്കളത്തിലെ വെടിയൊച്ചകൾക്കപ്പുറം ഈ ലോകത്തിന്റെ മാറ്റങ്ങൾ നാളെ ലോകഭൂപടം എങ്ങനെയിരിക്കുമെന്ന് തീരുമാനിക്കും. ആധുനിക ആശയങ്ങളും ആഗോള രാഷ്ട്രീയവും ഒരേ താളത്തിൽ സഞ്ചരിക്കുമ്പോൾ സമാധാനം എന്നത് എപ്പോഴും വിദൂരമായ ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണോ?